ആറ്റുവാള മീനിനെ ചൂണ്ടലിട്ടു പൊക്കി ഞാൻ വെട്ടിക്കൂട്ടി കറിയതാക്കി ചോറും കൂട്ടി തന്നിനാ. ആറ്റുവാള മീനിനെ ചൂണ്ടലിട്ടു പൊക്കി ഞാൻ വെട്ടിക്കൂട്ടി കറിയതാക്കി ചോറും കൂട്ടി തന്നിനാ. ചോറും കൂട്ടി തട്ടി ഞാൻ. നമ്മളൊരു കൊമ്പനെ പിടിക്കാൻ വേണ്ടി പോണേട്ടാ. അങ്ങനെ വന്നേ, ഇത് കൊമ്പൻ. ഞാൻ അടുത്ത പൊങ്ങ കേട്ടാ. കാണിക്ക്, അടുത്തേക്ക് വാ. ഓക്കെ, അടിപൊളി. എത്ര കിലോ ഉണ്ടോ വേട്ടാ ഇത്? 50ഒന്നുമില്ല. എന്താ പറഞ്ഞ? ഞാൻ പണ്ട് സിമെന്റിയാക്ക് ഒരുപാട് ചോന്നിട്ടുള്ളതാണ്. 50 കിലോ വന്ന് ഒരു 20 എനിക്ക് അമ്മൂറ് ഒരെണ്ണം പൊക്കിയാ മതിയാ. കാണിക്ക്. ആറ്റുവാള മീനിനെ ചൂണ്ടലിട്ടു പൊക്കി ഞാൻ വെട്ടിക്കൂട്ടി കറിയതാക്കി ചോറും കൂട്ടി തന്നിനാ. ആറ്റുവാള മീനിനെ ചൂണ്ടലിട്ടു പൊക്കി ഞാൻ വെട്ടിക്കൂട്ടി കറിയതാക്കി ചോറും കൂട്ടി തന്നിനാ. ചോറും കൂട്ടി തട്ടി ഞാൻ. സ്നേഹം കൂടുമ്പോ ഭാര്യമാര് ഭർത്താക്കന്മാരെ വിളിക്കുന്നത് എന്താ? ഏട്ടാന്ന് വിളിക്കും. അപ്പൊ ഏട്ടയുടെ മുട്ടയുണ്ട് ഇവിടെ, ഏട്ട മുട്ട. ചേട്ടാ ഇവിടെ ട്രേ എങ്ങനെ എൻ്റെ അടുത്ത്? ചേട്ടാ നല്ല ഫ്രഷ് സാധനം കാണിച്ചു നോക്കിയേ. നമ്മുടെ കച്ചു പോലെ ഇല്ലേ കളിക്കണ കച്ചി വട്ടെന്ന് പറയും കൊച്ചിക്കാരി. എനിക്ക് വട്ടൊന്നും ഇല്ലട്ടാ. ചേട്ടൻ എന്താ സംഭവം? ഇത് ഏട്ടമുട്ടയാണ്. ഏട്ടമുട്ട നമ്മൾക്ക് വളരെ നല്ലതാണ്. നല്ല നമ്മളെ ശരീരത്തിനും പിന്നെ ഡോക്ടറൊക്കെ അതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ തണുപ്പും കൂടിയുള്ള ഒരു തീറ്റ ശരീരത്തിന് നല്ല ഹെൽത്തിയാണ്, നല്ല ഹെൽത്തിയാണ്. അങ്ങനെ പണ്ട് നമ്മള് കൂരിയും ഏട്ടയൊക്കെ മേടിക്കുമ്പോഴേ മുട്ട ഉണ്ടെങ്കിൽ തല്ലുകൊടുത്തോണം വീട്ടില്. മുട്ടയുള്ള ഭാഗം മുട്ടയുടെ ഭാഗം വേണം. അപ്പൊ ഏട്ട മുട്ട മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാറ് ഒഴിക്കുമല്ലോ. ചാറ് ഒഴിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കുറച്ച് മുട്ടയൊക്കെ ഉണ്ടാവും. അപ്പൊ അതും കൂട്ടി ചോറ് കഴിക്കും നമ്മള്. ഇത് മുട്ട മാത്രം നമ്മൾ മേടിക്കുന്നത്. എത്ര എന്താ ചേട്ടാ? അത് കിലോ 25 20 റംസിന് നിങ്ങൾക്ക് നമ്മൾ കൊടുക്കും. കുറേട്ടാ 20 റംസ് 2 കിലോ എടുത്തോ 35 റംസിനൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി 1 കിലോ ആയിട്ട് നമ്മൾ തരാം. അപ്പൊ 20 ദിറംസ് കൊടുത്തിട്ടാണ് മേടിക്കാൻ വേണ്ടി പോണത്. അടിപൊളി. 1 കിലോ മതി അല്ലേ? ഒറ്റ കിലോ നല്ല ഫ്രഷ് ആണ്. പൊട്ടിക്കകത്ത് ഇട്ടുതരാം.